ഹായ്. ഓണം സ്പെഷ്യലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഈ ആഴ്ചത്തെ സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 4 സിനിമകളാണ്, മലയാളത്തിൽ നിന്ന് 4 സിനിമകളാണ് ഓണം സ്പെഷ്യലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. 12-ാം തീയതിയും 13-ാം തീയതിയാണ്. 15-നാണ് തിരുവോണം. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് 12, 13 ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഒന്നാമത്തെ സിനിമ നമ്മുടെ സോഫിയ പോളിന്റെ നിർമ്മാണത്തിൽ വരുന്ന ഒരു കിൻഡൽ അടിപ്പടാണ്. കിൻഡൽ അടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരുടെ സിനിമയാണെന്നുള്ളത്. ആന്റണി വർഗീസ് പെപ്പെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കൊണ്ടാൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 13-നാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ആന്റണി വർഗീസ് പെപ്പയെ കൂടാതെ രാജ്ബി ഷെട്ടി ഈ സിനിമയിൽ നെഗറ്റീവ് റോൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം രാജ്ബി ഷെട്ടി അഭിനയിക്കുന്ന മലയാള സിനിമയാണ്. ഗൗതമി നായർ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അജിത് മാമ്പള്ളിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കൊണ്ടാൽ എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ പാക്ഡ് മൂവി ആയിരിക്കും. ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് കണ്ടറിയാം നമുക്ക്. എന്തായാലും പിന്നെ സെപ്റ്റംബർ മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് കൊണ്ടാൽ എന്ന് പറഞ്ഞ സിനിമ. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം 13-ന് വേറൊരു മലയാള സിനിമ കൂടിയുണ്ട്. ഒമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. റഹ്മാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. റഹ്മാനെ കൂടാതെ ബാബു ആന്റണി, സൈജു കുറുപ്പ്, ധ്യാൻ ശ്രീനിവാസൻ, ബിബിൻ ജോർജ് എന്നിവരും ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഒമർ ലുലുവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫൺ ആക്ഷൻ മൂവി ആയിരിക്കും ഒമർ ലുലുവിൻ്റെ ഈ ഒരു സിനിമ എന്നുള്ളത്. ബാഡ് ബോയ്സ് എന്ന ഈ ഒരു സിനിമ എന്നുള്ളത് വരുന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ഇതിലൊരു എന്താ പറയുക, ദ്വയാർത്ഥ പ്രയോഗങ്ങളിലെ കോമഡി കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ സിനിമകളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ അതൊരു നീറ്റ് മൂവി ആയിരിക്കും എന്നാണ് കേട്ടത്, ബാഡ് ബോയ്സ് എന്ന സിനിമ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സെപ്റ്റംബർ മാസം 13-നാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത സിനിമ നമ്മുടെ ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. കിഡ്ലൻ ട്രെയിലർ ആയിരുന്നു കേട്ടോ. ശരിക്കും മിസ്റ്ററി, എന്തോ ഒരു നിഗൂഢത ഒളിപ്പിച്ച് വെച്ചൊരു ട്രെയിലർ ആയിരുന്നു. നമ്മുടെ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ട്രെയിലർ ആയിരുന്നു കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ട്രെയിലർ എന്ന് പറഞ്ഞത്. കാണുന്നൊരാഗ്രഹമുള്ളൊരു സിനിമയാണ്. വലിയൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ടീസർ വന്ന സമയത്ത് വലിയൊരു സംഭവം ആയി തോന്നിയില്ല. പക്ഷേ ട്രെയിലർ വന്ന സമയത്ത് നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ്. ആ പ്രതീക്ഷ കാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം സ്പെഷ്യലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. ദിൻജിത്ത് അയ്യത്താറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം സെപ്റ്റംബർ മാസം 12-ന് ആദ്യം തന്നെ റിലീസ് ചെയ്യുന്ന സിനിമയാണ്. 13-ന് 2 സിനിമകളുണ്ടെങ്കിലും 12-ന് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. 12-ന് വേറൊരു സിനിമയും കൂടി ഉണ്ട്. മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു വലിയൊരു സിനിമയാണ്, വലിയൊരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. ടൊവിനോ തോമസിൻ്റെ അജയൻ്റെ 2-ാം മോഷണം എന്ന് പറഞ്ഞ സിനിമ 3Dയിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാൻ ഇന്ത്യ റിലീസ് കൂടിയാണ് ഈ സിനിമ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു വൻ ഹൈപ്പിൽ വരുന്ന പിന്നെ ടൊവിനോ തോമസിൻ്റെ ഏറ്റവും വലിയൊരു മൂവി എന്ന് തന്നെ പറയാവുന്ന ഒരു സിനിമയാണ് അജയൻ്റെ 2-ാം മോഷണം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. ഇപ്പോൾ സെപ്റ്റംബർ മാസം 12-ാം തീയതി 3Dയിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ജിതിൻലാലാണ് ഈ സിനിമയുടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഐശ്വര്യ രാജേഷ്, കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി എന്നിവരൊക്കെയാണ് മെയിൻ കഥാപാത്രം നായികമാരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു മൂവി എന്നുള്ള ഒരു ലെവലിൽ വരുന്ന സിനിമയാണ് അജയൻ്റെ 2-ാം മോഷണം എന്ന സിനിമ. 3Dയിലുമാണ്. 12-ാം തീയതി ആസ്വദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഫസ്റ്റ് കാണാൻ ഉദ്ദേശിക്കുന്ന പടം അജയൻ്റെ 2-ാം മോഷണമാണ്. അതിനുശേഷം കിഷ്കിന്ദ കാണ്ഡം കാണണം. അതിനുശേഷമേ അതിനുശേഷമാണല്ലോ മറ്റു സിനിമകൾ കാണാൻ പറ്റുള്ളൂ. 4 സിനിമകളാണ്. ഒരു ദിവസം 2 സിനിമ എന്നുള്ള രീതിയിൽ കാണേണ്ടി വരും, കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹേമ കമ്മിറ്റി ആ ഒരു ഇഷ്യൂ കാരണം പിന്നെ ഓണത്തിന് വലിയ കളറായിട്ടുള്ള പ്രൊമോഷൻ വർക്കുകളൊന്നും എവിടെയും കാണുന്നില്ല. ശരിക്കും അജയൻ്റെ 2-ാം മോഷണമൊക്കെ അത്രയും ഹൈപ്പായിട്ട് വരുന്ന സിനിമയാണ്. പക്ഷെ ആ ഒരു ഹൈപ്പ് ഇവരുടെ പ്രൊമോഷൻ വർക്കിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എന്തായാലും കാണണം. നല്ല സിനിമയാണെങ്കിൽ എന്തായാലും വിജയിക്കും, ഉറപ്പാണ്. നല്ല സിനിമകളെ വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ മലയാളികൾ എന്നുള്ളത്. അപ്പം ഈ 4 സിനിമകളാണ് ഇപ്പോൾ സംഭവം. ഡേറ്റ് ആയിട്ട് വന്നത് ഇപ്പോൾ അജയൻ്റെ 2-ാം മോഷണം, അതുപോലെ തന്നെ കിഷ്കിന്ദ കാണ്ഡം മാത്രമേ ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. കൊണ്ടാലും അതുപോലെ തന്നെ ബാഡ് ബോയ്സ് ഇതുവരെ ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. 13-ആണ് കൊണ്ടാലിൻ്റെ ഡേറ്റ്. ബാഡ് ബോയ്സിൻ്റെ ഡേറ്റും 13-ആണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ആ ഒരു ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ഞാനൊരു വീഡിയോ എടുക്കുന്നവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ മറ്റ് 2 സിനിമകളും 12-ാം തീയതി റിലീസ് ചെയ്യുന്നതാണെന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ നിർബന്ധമായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.